സിമിലർ പ്രോബ്ലംസ് പാർട്ട് 2. ചില ചോദ്യങ്ങൾ കണ്ടാൽ നമുക്ക് വ്യത്യാസം തോന്നും, പക്ഷെ ചെയ്യേണ്ട രീതി ഒരുപോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ജോഡി കണക്കുകളാണ് ഇവിടെ. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 16 കിട്ടും സംഖ്യകളേവ. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 49 കിട്ടും സംഖ്യകളേവ. എന്താ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ വ്യത്യാസം? ഇവിടെ ഓഡ് നമ്പേഴ്സാണ്, ഇതിൽ ഈവൺ നമ്പേഴ്സാണ്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഒറ്റ സംഖ്യകൾ, ഇവിടെ ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഇത് ചെയ്യാനുള്ള എളുപ്പവഴി നമുക്ക് തരുന്നുണ്ടല്ലോ. എത്ര സംഖ്യ? 16 കിട്ടും പറയില്ലേ? ആ 16ൻ്റെ റൂട്ട് കാണുക. 16 റൂട്ട് എത്രയാണ്? 4. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ സംഖ്യകളല്ലേ, ഈ 4ൻ്റെ മുമ്പുള്ള ഒറ്റ സംഖ്യ എഴുതുക. എത്രയാണ്? 3 അല്ലേ? 4ൻ്റെ മുമ്പുള്ള ഒറ്റ സംഖ്യ 3, 4 ശേഷമുള്ള ഒറ്റ സംഖ്യ 5. അപ്പോൾ ഈ തന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക, അത് നമ്മൾ എഴുതിയിട്ട് അതിന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ എഴുതുക, തൊട്ട് ശേഷമുള്ള ഒറ്റ സംഖ്യ എഴുതുക. അപ്പോൾ ഉത്തരം ഏതാ? 3ഉം 5ഉം. നമുക്ക് ഉത്തരം ശരിയാണ് നോക്കുക. എന്താ പറയുന്നത്? ഈ രണ്ടൊറ്റ സംഖ്യകളുടെ ഗുണനഫലം 5, 15. അതിന് 1 കൂട്ടി നോക്കൂ, 15 1 16 കിട്ടുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കുക, രണ്ട് ഇരട്ട സംഖ്യകളുടെ. അപ്പോൾ ചോദ്യം കാണുമ്പോൾ വ്യത്യാസമുണ്ട്, പക്ഷേ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നുള്ളത് ഏതാ? 49 അല്ലേ? 49. അതിൻ്റെ റൂട്ട് എടുക്കുക. എത്ര വരിക? 7. എന്ത് ചെയ്യുക? 7 എഴുതിയിട്ട് തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ എടുക്കുക. തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ എത്ര? 6. കഴിഞ്ഞാലുള്ള ഇരട്ട സംഖ്യ, തൊട്ടപ്പുറത്തുള്ള ഇരട്ട സംഖ്യ 8. അപ്പോൾ ഉത്തരം ഏതൊക്കെ? 6ഉം 8ഉം അല്ലേ? ശരിയാണ്. നോക്കൂ, അടുത്തടുത്ത ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 6 × 8 48. 1 കൂട്ടി നോക്കൂ, 48 1 49.